അത്താന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളാമാന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട്. എളാമാന്റെ വീട് ഏതാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ചിലവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മുടെ സിനാന്റെ വീട്ടിലേക്കാണ് അവളുടെ ഉപ്പ വരുന്നത്. അവളുടെ ഉപ്പ ഇടയ്ക്കും തലക്കൊക്കെ വന്നു പോകണ്ട അവിടെ. ഭക്ഷണം കഴിച്ചിട്ടായാലും ചായ കുടിച്ചിട്ടായാലും അതൊക്കെ ശരിയാണ്. അവളുടെ എളാമ വെച്ചു കൊടുക്കണൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതൊക്കെ ശരിയാണ്. അത് എളാമാന്റെ ഒരു മനസ്സ്, അല്ലാണ്ട് ഇവളല്ല. പിന്നെ ഇവൾ ആ വീട്ടില് തല്ലുകൂടി നിൽക്കുമ്പോ ഇവളുടെ ഇപ്പ അപ്പുറത്ത് കൂടെ വന്നിട്ട് എളാമാന്റെ വീട്ടിൽ കയറി പോകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാണ്ട് ഇവള് പറയണ പോലെ അത്ത ഫുൾ ടൈം അലഞ്ഞു നടക്കുകയാണ് അങ്ങനെയൊന്നും, അതൊക്കെ പറയണത് മോശമല്ല. അപ്പൊ ഷാജി, അതൊക്കെ മോശമല്ലേ? നീ നിന്റെ ഉപ്പാനെ കുറിച്ചല്ലേ പറയണു? അല്ല, എന്ത് ഉപ്പാനെ കുറിച്ചല്ലേ? ഉപ്പാന്റെ വില ഒന്നും എനക്ക് അറിയില്ലല്ലോ. അങ്ങനെ അറിയണമെങ്കിൽ നീ എന്നെ ഇവിടെ എത്തിക്കില്ലായിരുന്നു. ഇപ്പൊ നീ എന്നെ ഒഴിവാക്കിയതാണ്, എന്നെ മകളല്ലാന്ന് പറഞ്ഞതാണ്. രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണ അവളെ ഉണ്ടാക്കിയത് എന്റെ അത്തയാണ്. രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിലിരിക്കണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം. പറയിപ്പിക്കും പടച്ചോൻ, അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിക്കും. എൻ്റെ ഈ കണ്ണീരിന് അർത്ഥം ഉണ്ടെങ്കിൽ എൻ്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കും. ഇപ്പൊ നിങ്ങൾ എന്നെ എൻ്റെ മക്കളെ ആട്ടി ഇറക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങള് കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. അന്ന് മനസ്സിലാക്കും, കടക്കും പായന്റെ തലകിട്ട് കടക്കുമ്പോ ഞാൻ എന്താണെന്നും ബാക്കിയുള്ളവരെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത്രേ പറയാനുള്ളൂ. എന്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ. എന്റെ തള്ള അത്ര നല്ല പിള്ളന്നല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല. എന്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ 3 മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി 3 ഉണ്ടാക്കാൻ നിനക്ക് എന്റെ അത്താനെ ആവശ്യം വന്നൂലേ? നിന്റെ 3 പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 ഉണ്ടാക്കിയത് എന്റെ അത്തയാണ്. ഒരിക്കലും ഒരാണില്ലാണ്ട് ഒരു പെണ്ണിനെത്ത് കുട്ടികളെ കിട്ടില്ല. എൻ്റെ അത്താനെ നീ പുറന്തള്ളി എൻ്റെ അത്താനെ അടിച്ചു ഓട്ടിപ്പിച്ച ആളാണ്. എൻ്റെ അത്താനെ എന്താ പറയാ, ഞാൻ കുടുംബകഥകൾ ഇനി നിങ്ങളോട് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഇമോഷണലൊക്കെ ആയി. ഇനി എന്താ പറയാ, അവൾ നോക്കി നോക്കി അയാളെ ഒരു മുഴം കയറിലെത്തിക്കും. മുഹമ്മദ് ഷുഹൈബ് ആണോടെ മൈര? അതിന് എനിക്കെന്താണ് നഷ്ടം മൈര? എനിക്ക് എൻ്റെ മക്കൾക്കാണ് നഷ്ടം, നിനക്ക് നിന്റെ വീട്ടുകാർക്കാണോ നഷ്ടം? എനിക്കും എൻ്റെ മക്കൾക്കാണ് നഷ്ടം. അയാള് കയറിന്റെ തുമ്പിൽ തൂങ്ങിയാലും വേറുള്ളതിന്റെ തുമ്പിലും അയാള് ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെ ജീവിച്ചെന്ന് നീയൊക്കെ ചോദിച്ചാ? ഇല്ലല്ലോ. അയാള് മരിച്ചതിന്റെ ശേഷം നീയൊക്കെ എന്തിനാടാ വന്നിട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്? എടാ, ഒരാൾ ജീവിച്ചിരിക്കുന്ന ടൈമിൽ അയാൾ എന്തൊക്കെ കഷ്ടപ്പാടുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് നീ ആലോചിച്ചിട്ട് അയാളുടെ കുടുംബത്തിൽ കയറി നോക്കണം. അപ്പോഴാണ് നിനക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് മരിച്ചതിന്റെ ശേഷം അവളവനെ കെട്ടിത്തൂക്കി, അവളതിനെ കൊന്നു, അവളങ്ങനെ ആക്കി, അവളിങ്ങനെ ആക്കി, ഇതാക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇത് ധൈര്യം ഉണ്ടെങ്കിൽ മണ്ണാർക്കാട് KPM ഹോട്ടലിൽ വാടി, നിന്റെ കഴപ്പ് അങ്ങ്. എടാ, ഞാൻ ഉണ്ടല്ലോ, ഞാൻ എന്താണ് ഷാഹില സനു. എടി ഷാഹില, നിന്റെ ഉപ്പാനെയും നിന്റെ ഉമ്മാനെയും നിന്റെ പിന്നെ കൂടെ ആരുള്ളത് അവരിനൊക്കെ വിളിച്ചു വരുത്ത്. എനിക്ക് അതല്ല പണി. നീ ഹോട്ടലിൽ റൂം എടുത്തിട്ട് കണ്ടവന്മാരുടെ കൂടെ നിരങ്ങലാണെങ്കിൽ എന്റെ പണി അതല്ലടി മകളെ, എന്റെ പണി അതല്ലടി ചേറ്റെ. എന്നെന്തിനാടി നീ അങ്ങോട്ട് ക്ഷണിക്കണത് നാറിയേ? നിന്റെ പണി അതാണെങ്കിൽ നീ അത് ചെയ്യ്. അതെന്തിനാ എന്നെ ക്ഷണിക്കണ? എന്തിനാണ്? നീ ആരടി പന്നി? നീ നിന്റെ പണി നോക്കിട്ട് പോടി. എന്റെ ലൈവ് കയറി വന്നിട്ട് എന്നെ വെല്ലുവിളിക്കണ നീ? നിനക്ക് ഡെയിലി ഹോട്ടലിൽ കയറി ഇറങ്ങലാ പണി വെച്ചാൽ ഞാൻ അതിന്റെ ആളല്ല. അത് നീ ആരെന്നെയാണ് ആ പണിക്ക് കിട്ടണ അവൾമാരെ വിളിക്ക്. എന്നെ വിളിക്കുന്ന എന്തിനാ നീ? ചില ആൾക്കാര് കല്യാണം പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാന് ഞാൻ എൻ്റെ മെന്റാലിറ്റി ഫുള്ള് എൻ്റെ മക്കളിലാണ്, എൻ്റെ ബിസിനസ്സിലാണ്. സെക്സ് മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത് തെറ്റാണ്. മനുഷ്യനാണ്, നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എൻ്റെ ഉമ്മയൊക്കെ എത്രയോ ചെറുപ്പം മുതലേ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്താനെ ഒഴിവാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഉമ്മാക്കും മനസ്സും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിച്ച ഒരാളാണ്. ഞാനും അതേ വിത്തിലുണ്ടായതാണ്. എനിക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ അറിയാം.
ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് കൺട്രോളായിട്ട് ജീവിക്കാൻ പറ്റുമോ? 32 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 33 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഷാജി നീ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയണവരോട് എനിക്ക് പറയാനുള്ളത്, അതൊക്കെ ഷാജി കൺട്രോൾ ചെയ്തത്. നമ്മളൊക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പാകപ്പെടുത്താൻ പടച്ചോൻ തരുന്ന ഓരോ മാർഗങ്ങളുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് കാണാൻ പോതിയായി. കാരണം എവിടെയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അറിയില്ല ആ മനുഷ്യൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല. നമ്മളുടെ അത്തേണ് കഷ്ടപ്പെടുന്നുണ്ടാവും, എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, തെരുവിൽ കിടക്കുന്നുണ്ടാവും, ആർക്കറിയാം. പറ്റ മെലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട്, അറിയില്ല എവിടെയെന്ന് അറിയില്ല. നമ്മളിപ്പൊ നല്ലൊരു പ്രാപ്തിയിലുണ്ട്, പക്ഷെ ആളിനെ കിട്ടണ്ടേ? കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ആളിനെ തെരഞ്ഞുകൊണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല. എവിടെ പോയിട്ടോ തിരയുക, എവിടെ അന്വേഷിക്കുക, ആരുടെ അടുത്താണെന്ന് പറയാ. നമ്മള് ഫോണൊക്കെ നമ്മള് കയ്യിലുണ്ട് കാരണം വിളിച്ചു ചോദിക്കാം, പക്ഷെ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ല, വിവരമില്ല, അങ്ങനെ നടക്കുന്നുണ്ട്. പഠിച്ചവനെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാവുമായിരിക്കും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്തയല്ലേ, നമ്മൾ ഉണ്ടാക്കിയ തന്തയല്ലേ. എങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാലും ബുദ്ധിയിലാണ് നടക്കുകയാണ്. കാരണം സ്വയം ബുദ്ധി ഉണ്ടെങ്കിൽ ആളെങ്ങനെ ചെയ്യില്ല. ആൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, വല്ല ഭ്രാന്തന്മാരനെ പോലെ നടക്കും. നാലുപുറം ഇന്നിവിടെ കണ്ട അവിടെ കാണില്ല. ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മാനോട് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻ്റെ അത്താനെ ആട്ടി ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം തുടങ്ങിയത്. കാരണം എൻ്റെ അത്ത ഒരു ഭ്രാന്തനാണ്. എൻ്റെ അത്താനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നമ്മള് ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നോക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത്, പൈസ ഞാൻ ഇറക്കാം, നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ടുപോയി നോക്കാം, എവിടെയാണെങ്കിലും കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോയി നോക്കിക്കോന്ന് പറഞ്ഞത്. അതിനുള്ളൊക്കെ അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മൈമയൊക്കെ ഉണ്ടാവും, എന്ത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എൻ്റെ അത്തയൊക്കെ നോക്കിയിട്ടുണ്ട്. എൻ്റെ അത്ത നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെടിപ്പണിക്ക് പോയിട്ടും വേറെയുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടൊക്കെ എൻ്റെ അത്ത ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നോക്കായിക്കൊന്നുമില്ല. ഉള്ള പൈസ 2000 ആയാലും, പ്രാന്തനാണെങ്കിലും 2000 ആയാലും 3000 ആയാലും കിട്ടണ പൈസ എൻ്റെ അത്ത കൊടുന്നു കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അത്താനെ കാണുന്നതല്ലേ, എനിക്കറിയും എൻ്റെ അത്ത എന്താണെന്ന്. പിന്നെ എൻ്റെ അത്താനെ ഈ കോലത്തിലാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തി കാരണം കൊണ്ടാണ്. എൻ്റെ അത്ത ഈ ലെവലിലായത് നിങ്ങളാണ്. ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ആർക്കാ വേണ്ടിച്ച് കൊണ്ടുപോയി നോക്കാനാ പറഞ്ഞത്. അതിനൊക്കെ അനുഭവിക്കാണ്ട് എവിടെ പോവാനാ? പോവും, അത് ഉറപ്പാണ്. അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത്. ആങ്ങളാര്, അവനവന്റെ വാപ്പാന്റെ മുതല്, ഉമ്മ, 5-8 ആങ്ങളാര് ഒക്കെ ചത്തു ഒടുങ്ങി. 8 എണ്ണത്തിൽ 3 എണ്ണം ബാലൻസ് ഉള്ളു. പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ഉമ്മാക്ക് എൻ്റെ അത്താനെ വില എന്താന്ന്, എൻ്റെ ഉമ്മാക്ക് എൻ്റെ അത്താന്റെ വില എന്താന്ന് മനസ്സിലായിട്ടില്ല. എൻ്റെ അത്താന്റെ വില നിങ്ങൾ അറിയും. എന്നറിയോ? ഒരു പായിന്റെ തലക്കിൽ കിടക്കേണ്ട അവസ്ഥ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ 2 പൊന്നും മക്കളിനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ, പായിന്റെ തലക്കിൽ കടക്കുമ്പോ അന്ന് നിങ്ങൾക്ക് ഒഴിവാക്കിയ എന്നെയും എൻ്റെ അത്താൻ്റെയും വില നിങ്ങൾ മനസ്സിലാക്കും. അന്നേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഇന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കില്ല, ഇന്നൊന്നും ഞാൻ പറയൂ. അന്ന് കടക്കും, പായിന്റെ തലക്കിലൊന്ന് കടന്നാ നിങ്ങൾ മനസ്സിലാക്കും. അതുവരെ അന്ന് നിങ്ങളുടെ ഈ പുന്നാര മക്കളെ നിങ്ങൾ വന്ന് നോക്കണ്ടോ ഞാൻ കാണട്ടെ. അന്ന് നിങ്ങളെ ഈ പറഞ്ഞ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഉമ്മ എന്ന സ്ഥാനം മക്കളെ എന്താ പറയാ, എല്ലാം കൊണ്ടും അവനവന്റെ തന്തനി കൂടെ കടന്ന് ഉണ്ടാക്കിയ മക്കളുടെ തന്തനി ബാക്കിയുള്ളവരിന് കൂടെ ചേർക്കുമ്പോഴാണ് അവരൊരു ഉമ്മ ആവുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നും എൻ്റെ ഇക്കാനെ ചേർത്ത് പിടിച്ച, അല്ലെങ്കിൽ ഇന്ന് 2 കൊല്ലം എൻ്റെ ഇക്ക മരിച്ചിട്ട്, ഈ 2 കൊല്ലം എൻ്റെ ഇക്കാനെ എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളിപ്പോ പറയായിരിക്കും ബാക്കിയുള്ളത് ഷറഫലിന്റെ കൂടെ പോയി, അവളുടെ കൂടെ പോയി, ഇവളുടെ കൂടെ. ആരിന്റെ കൂടെ പോയി എന്നല്ല, അതൊക്കെ എന്റെ സാഹചര്യം കൊണ്ട് വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇന്നും ഞാൻ എൻ്റെ ഇക്കാനെ എൻ്റെ മക്കളുടെ മുന്നിലോ വേറുള്ളവരുടെ മുന്നിലോ എൻ്റെ ഇക്കാനെ വിട്ടുകൊടുക്കാണ്ട് ഷാജി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഷാജിന്റെ വിജയമാണ്. അത് എൻ്റെ 5 മക്കളെ ഉണ്ടാക്കി വിട്ട തന്തയാണെന്നുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഇക്കാക്കും എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും ഷാജി ഈ സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്ന് വിളമ്പലില്ല, ഒരിക്കലും പറയൂല. അതുകൊണ്ട് തന്നെ ഈ മരിക്കണവരിക്കും ആ റെസ്പെക്റ്റ് എൻ്റെ ഇക്കാക്ക് എപ്പോഴും ഞാൻ റെസ്പെക്റ്റ് കൊടുക്കും. മരിക്കണവരിക്കും എൻ്റെ മക്കളെ ഇട്ടിട്ട് പോയി എന്നുള്ള ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ഉള്ള വരയ്ക്കും ഞാൻ എങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നെ എങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കൂടെ കഴിഞ്ഞ ആളാണ്, 15 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മക്കളുടെ ഉപ്പയാണ്. ആ ഒരു റെസ്പെക്റ്റും ആ ഒരു മര്യാദയും എല്ലാം എൻ്റെ ഇക്കാക്ക് എന്നും ഉണ്ടാവും. എന്നും ഞാൻ എൻ്റെ മക്കളായിക്കോട്ടെ വേറുള്ളവരായിക്കോട്ടെ ബാക്കിയുള്ളവരുടെ മുന്നിലോ എൻ്റെ ഇക്കാനെ ഒരിക്കലും താഴ്ത്തി പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല ഒരിക്കലും. അത് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അതൊരിക്കലും ഒരാളുടെ മുന്നിലും എൻ്റെ കെട്ടിയോനെ ഞാൻ വിട്ടുകൊടുത്ത് സംസാരിക്കും. അതെൻ്റെ തള്ളയ്ക്കും അറിയാം. എൻ്റെ ഇക്കാനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നല്ല കൊടുക്കാന്നല്ലാണ്ട് എൻ്റെ ഇക്കാനെ ഒരാളുടെ മുന്നിൽ താഴ്ത്തി കെട്ടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ച ആൾക്കാർ, ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഓക്കെ ബായ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, കുറച്ച് ഇമോഷണലൊക്കെ ആയി. ഇനി കുറേ പെണ്ണുങ്ങളില്ലേ ഈ കെട്ടിയന്മാരനെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. കുറെ 2-3-4 എണ്ണം എനിക്ക് വിളിച്ചിട്ടില്ലേ, ഷാജി ഒന്ന് സഹായിക്കോ, ഞങ്ങൾ വേറെ കമ്പനിയിൽ പോയി പെട്ടു, പൈസ ചെലവാക്കി കെട്ടി. എടി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കെട്ടിയന്മാരറിയാണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം എന്താന്ന് വെച്ചാല് അവരുടെ വിചാരം ഇതിനായിട്ട് നടക്കണ പെണ്ണുങ്ങളാണെന്നാണ്. അതിനായിട്ട് നടക്കണ പെണ്ണുങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾക്ക് അതിനായിട്ട് നടക്കണ പെണ്ണുങ്ങൾ, നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല. അവരുടെ സ്വഭാവങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത്. ഡെയിലി അവരുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വന്നു പോകുന്നുണ്ടാവും, ഡെയിലി അവർക്ക് ആരെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെയിലി ഇത്ര രൂപയ്ക്ക് അവര് സംഭവം കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ ആവുമ്പല്ലേ അവർക്ക് മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ആ ഒരു കണ്ണുകൊണ്ട് അവരതാണ് കാണുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിൽ ബ്രാ കിടപ്പുണ്ടല്ലോ, എന്താണ് മാറ്റി ഇടാറുന്നില്ലേ? ബിനോയ് ബിഞ്ചു, എന്തിനാ ബിനോയെ നീ ആ ബ്രാ ഒക്കെ നോക്കണത്? ബാക്കിൽ എന്ത് ബ്രാ കിടക്കണത്? എൻ്റെ മക്കളുടെ ട്രൗസറാണ് കിടക്കണ പോലെ. പിന്നെ ആ വള്ളി തോന്നണ സംഭവം ആയതുകൊണ്ട് ഇതാണോ നീ പറയുന്ന ബ്രാ? ഇത് നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉപയോഗിക്കണല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉപയോഗിക്കുമല്ലോ അല്ലേ? ഇതൊക്കെ നീ ഷോപ്പിൽ പോയിട്ട് നിന്റെ കെട്ടികൾക്കൊക്കെ എങ്ങനെ വാങ്ങിക്കൊടുക്കും? അല്ല, ഈ സ്റ്റേ ഫ്രീ, ബ്രൈസർ, പാൻറ്റീസ് ഇതൊക്കെ ഇത്ര മോശം സാധന? എനിക്ക് അറിയാണ്ട് ചോദിക്കണേ. എൻ്റെ ഹസ്ബൻഡൊക്കെ എനിക്ക് മറ്റേ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചു തരലുണ്ടായിരുന്നു, സ്റ്റേ ഫ്രീ പോയി മേടിച്ചു തരലുണ്ടായിരുന്നു. അതൊക്കെ ഓരോ പെണ്ണുങ്ങളുടെ. എടാ ഞാൻ പറയട്ടെ, നിന്റെ ഭാര്യ നിന്റെ പെങ്ങള് മാസം പീരിയഡ്സ് ആവുണ്ടെങ്കിൽ അവരൊരു അമ്മയാവാൻ അർഹരാണെന്നാണ് അതിന്റെ അർത്ഥം. പീരിയഡ്സ് മാസം കറക്റ്റ് ആയിട്ട് അവർക്ക് ആവുന്നുണ്ട് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് അയിത്തായിട്ട് വേറുള്ളതായിട്ട് കാണണ്ട. അവളൊരു അമ്മ ആവാനുള്ള അവൾക്ക് എല്ലാ ഇതും അവൾക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവള് മാസം അവൾക്ക് ബ്ലഡ് അവൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നീ അറപ്പായിട്ട് വെറുപ്പായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാണ് മോനെ. അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് തെറ്റായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ നീക്ക് പബ്ലിക്കായിട്ട് വിൽക്കുന്ന സാധനമാണ്, ഇതൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളാണ്. ഭർത്താക്കന്മാര് ചോദിച്ച് ഇപ്പൊ ആങ്ങളാരടക്കം പെങ്ങന്മാർക്ക് മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതൊന്നും നിനക്ക് ഇത്ര അറപ്പും വെറുപ്പും തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ കെട്ടിയോളോ നിന്റെ പെങ്ങളൊക്കെ പീരീഡ്സ് ആയിട്ടൊക്കെ അവര് വേദന കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഉമ്മ ആയ അല്ലെങ്കിൽ അമ്മ ആവാനുള്ള ആൾക്കാരാണ്. അതും